പ്രിയപ്പെട്ടവരെ, കേരള കത്തോലിക്ക സീറോ മലബാർ സഭയുടെ മെത്രാൻ സിനഡ് തീരുമാനിച്ച പരിശുദ്ധ കുർബാന, ഏകീകൃത കുർബാന ഇന്ത്യ തലത്തിലുള്ള 34 രൂപതകളിലും ചൊല്ലാമെങ്കിൽ 35ാമത് എറണാകുളം രൂപതയിൽ എന്തുകൊണ്ട് ചൊല്ലിക്കൂടാ എന്നുള്ള വലിയ ചോദ്യം ഇന്ന് നിലനിൽക്കുകയാണ്. സീറോ മലബാർ സഭയുടെ ആസ്ഥാന ദേവാലയമായ എറണാകുളം സെൻറ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിൽ ഒരു ഏകീകൃത കുർബാന പോലും ചെല്ലാനാവാത്ത സീറോ മലബാർ സഭയുടെ തലവന്മാർ തട്ടിലും സഹായിമാർ പാമ്പ്ലാനിയും ഷെഡ് കെട്ടി നാണമില്ലാതെ പള്ളിയുടെ മുറ്റത്ത് ജനാഭിമായ കുർബാന ചൊല്ലി 13 ഡീക്കന്മാർക്ക് തിരുപ്പട്ടം നൽകിയ സാഹചര്യം അതീവ അപലപനീയമാണ്. ഡീക്കന്മാരുടെ പുത്തൻ കുർബാന അതാത് ഇടവകളിൽ നടത്തുക എന്നുള്ള പാരമ്പര്യമാണ് സീറോ മലബാർ സഭയ്ക്കുള്ളത്. എന്നാൽ ഈ 13 അണലി കുഞ്ഞുങ്ങളെയും ഈ ദേവാലയം മുറ്റത്ത് ഷെഡ് കെട്ടി നടത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു. മര്യാദയ്ക്ക് സിനഡ് കുർബാന ചൊല്ലി അതാത് പള്ളികളിൽ വെച്ച് അവർക്ക് പട്ടം കൊടുക്കാമായിരുന്നില്ലേ? നാണമില്ലേ ഈ മെത്രാന്മാർക്ക്? ഇവരെങ്ങനെ സിനഡ് പോയിട്ട് ഇവരുടെ ഭാഗം ന്യായീകരിക്കും? കഷ്ടം തോന്നുകയാണ് വാസ്തവത്തിൽ. സഭയുടെ പോക്ക് കണ്ടിട്ട് വല്ലാത്ത വിഷമമുണ്ട്. കേരള കത്തോലിക്ക സഭയുടെ യുവജന പ്രസ്ഥാനവുമായും കരിസ്മാറ്റിക് പ്രസ്ഥാനവുമായും കാറ്റഗിസം പ്രസ്ഥാനവുമായും യുവാനിർദ്ദേശം പ്രസ്ഥാനവുമായും AKCCയുമായും KCYയുമായും ഒക്കെ ബന്ധപ്പെട്ട് ഒത്തിരി വർഷം ഈ സഭയ്ക്ക് വേണ്ടി ചോരയും നീരും പണവും ഒക്കെ ചിലവാക്കിയ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് ഒത്തിരി സങ്കടമുണ്ട്, ഒത്തിരി വിഷമമുണ്ട്. ഈ മെത്രാന്മാർ ഈ പാപഫലം എവിടെ കൊണ്ട് തീർക്കും എന്ന് എനിക്കറിയില്ല. ഒരിക്കലൊരു ബഹുമാനായ വൈദികൻ പറഞ്ഞ പോലെ ഈ പാപത്തിൻ്റെ പരിഹാരം കർത്താവ് ഈശോ മിശിഹാ പോലും ഇവർക്ക് നൽകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുമാതിരി വേഷം കെട്ട് അതുകൊണ്ട് മുന്നോട്ട് പോകുന്നു. വരുന്ന സിനഡിലെങ്കിലും ഇതിനോട് കടിഞ്ഞാനിടാനായിട്ട് സിനഡിലെ മെത്രാന്മാർക്കായില്ലെങ്കിൽ ഇവർ ഇനിയും പല കോപ്രായങ്ങളും കാട്ടിക്കൂട്ടും. ഇതിനെല്ലാം നമ്മൾ സാക്ഷികളാകേണ്ടിയും വരും. അതുകൊണ്ട് അടുത്തു വരുന്ന സിനഡിലെ മുഖ്യ പിതാക്കന്മാർ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഈ സഭാവിരുദ്ധ പ്രവർത്തനം ഈ 2 മെത്രാന്മാരും കൂടി കാട്ടിക്കൂട്ടുന്നതിനെ നിയന്ത്രിക്കാൻ തീരുമാനിച്ചില്ലെങ്കിൽ ഈ വിമത വൈദികരുടെ വിമതക്കൂട്ട ആഘോഷങ്ങൾ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചില്ലെങ്കിൽ അതിവിദൂരമായ വിപത്തുകൾക്ക് സീറോ മലബാർ സഭ സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ദൈവത്തിൻ്റെ അഗ്നി ഇറങ്ങി ഈ കൂട്ടങ്ങളെ പാടെ നശിപ്പിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് മനസ്സിൽ വരിക. പഴയ നിയമ കാലഘട്ടങ്ങളിൽ സംഭവിച്ചതുപോലെ ഉള്ള ദൈവത്തിൻ്റെ വലിയ ശാപം, വലിയ ശിക്ഷ ഇവരുടെ മേൽ വീഴും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഇനിയെങ്കിലും ഈ വൈകിയ നിമിഷത്തിലെങ്കിലും മെത്രാന്മാർ ഉചിതമായ തീരുമാനമെടുത്ത് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി തന്നില്ലെങ്കിൽ എറണാകുളം അതിരൂപതയിലെ സഭാവിശ്വാസികൾ അതിനെ ചെറുത്ത് തോൽപ്പിക്കുവാനും പരിഹാരമാർഗം കാണുവാനും കൂടുതൽ ഊർജ്ജസ്വലമായ രംഗത്ത് വരേണ്ടി വരും എന്നുള്ള കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഏകീകൃത കുർബാന, സിനഡ് തീരുമാനിച്ച കുർബാന, പരിശുദ്ധ മാർപ്പാപ്പ അംഗീകരിച്ച കുർബാന ചെല്ലാൻ മടിക്കുന്ന ഈ വിമത കൂട്ടങ്ങളെ, ഈ പാമ്പ്ലാനെയും തട്ടിനെയും ദൈവമുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് അവർക്ക് സന്മനസ്സുണ്ടാകട്ടെ, നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മാനസാന്തരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
ഈ കൂട്ടരെ നമുക്ക് ദൈവസന്നിധി സമർപ്പിക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം സന്മനസ് തോന്നിച്ച് സൽബുദ്ധി കൊടുത്ത് സഭയുടെ തീരുമാനം, സഭയുടെ കുർബാന, പരിശുദ്ധാവ് അംഗീകരിച്ച കുർബാന നടപ്പിലാക്കാൻ അവർക്ക് കഴിവുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സഭയെ അനുസരിക്കാതെ, മാർപ്പാപ്പയെ അനുസരിക്കാതെ, സിനഡിനെ അനുസരിക്കാതെ എങ്ങനെ കത്തോലിക്ക സഭയിലെ വൈദികരാണ്, മെത്രാപ്പൊലിത്തയാണ്, മെത്രാന് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവർക്കാകും എന്ന് എനിക്കറിയില്ല. ഒരു വിശ്വാസി നിലയ്ക്ക്, സഭയുടെ ഒരു അംഗം നിലയ്ക്ക് ഒത്തിരി സങ്കടമുണ്ട് ഇവരുടെ പ്രവൃത്തികൾ കാണുമ്പോഴത്തേക്കും. അതിനാൽ നമുക്ക് സർവേശ്വരനോട് മുട്ടിപ്പാട്ട് പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വലിയ കൃപ ഇവരുടെ മേൽ ഇറങ്ങി വരട്ടെ എന്ന് നമുക്ക് ആശിക്കാം, പ്രാർത്ഥിക്കാം. ഇവരുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം പണ്ടൊരു മഹാൻ പറഞ്ഞു, ദൈവജനമാണ്, ജനത്തിൻ്റെ മുഖത്താണ് ദൈവം ഇരിക്കുക, ജനമാണ് മുഖം. ഇപ്പം പാമ്പ് പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്താണ്? വാക്ക് ഞാൻ മറന്നു, വേറൊരു വ്യാഖ്യാനം കൊടുത്തിരിക്കുകയാണ്. ഇങ്ങനെ ഓരോരോ വ്യാഖ്യാനം ഓരോ സമയത്ത് ഇറക്കിക്കൊണ്ട് ഈ സഭയെ അവഹേളിക്കുന്ന ഇവർക്കൊക്കെ സൽബുദ്ധി ഉണ്ടാകട്ടെ എന്ന് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. എല്ലാവർക്കും നന്മ നേരുന്നു. വരാണ്ടിരിക്കുന്ന 2026 നല്ല വർഷമായിരിക്കട്ടെ. എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള ഒരു നല്ല സമയമായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയും ആശംസയും നേർന്നുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ജേക്കബ് മേരിലാൻഡ്, KCYM സ്റ്റേറ്റ് പ്രസിഡന്റ് 1987 വൈക്കം.